ഹലോ ഓൾ, ഈ ഒരു വീഡിയോയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സായ ബാക്ക് ഓർഡറിംഗ് മുതലാണ് പറയാൻ പോകുന്നത്. ബാക്ക് ഓർഡറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് പ്രൊഡക്ട്സിൻ്റെ ഓർഡേഴ്സ് ടേക്ക് ചെയ്യുന്നതിനും പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്നതിനുമുള്ള ഒരു കമ്പനിയുടെ ഡിസിഷനെയാണ് ബാക്ക് ഓർഡറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് വൺ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഐറ്റം ഉള്ള കേസിൽ അതൊരു പുതിയ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ഐറ്റം എപ്പോഴാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതെന്ന് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രോസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. JIT ഷിപ്പിംഗ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകമിംഗ് ട്രക്ക് നേരിട്ട് മെറ്റീരിയൽസ് ഔട്ട് ബോൺ ട്രക്കിലേക്ക് അൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദർ ഈസ് എ ലിറ്റിൽ ഓർ നോ സ്റ്റോറേജ് ഇൻ ബിറ്റ്വീൻ ഡെലിവറീസ്. നെക്സ്റ്റ് ബാച്ച് ട്രാക്കിംഗ് ഈസ് എ ക്വാളിറ്റി കൺട്രോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്. ഇത് യൂസ് ചെയ്യുന്നത് സിമിലർ ട്രേറ്റ്സ് ഉള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കിനെ മോണിറ്റർ ചെയ്യാനും ഗ്രൂപ്പ് ചെയ്യാനുമാണ്. ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ട്രാക്ക് ദ എക്സ്പിറേഷൻ ഓഫ് ഇൻവെൻട്രി ഓർ ട്രേസ് ഡിഫക്റ്റീവ് ഐറ്റംസ് ബാക്ക് ടു ദയർ ഒറിജിനൽ ബാച്ച്. ഇവിടെ പറയുന്നത് എക്സ്പയർ ചെയ്ത ഇൻവെൻട്രിയെ ട്രാക്ക് ചെയ്യുന്നതിനും ഇപ്പോൾ ഡിഫക്റ്റീവായ ഐറ്റംസിനെ ഒറിജിനൽ ബാച്ചിലേക്ക് ട്രേസ് ചെയ്യുന്നതിനും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പെർപെച്വൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി എത്തിയ ഉടനെ തന്നെ സിമ്പിളായിട്ട് കൗണ്ട് ചെയ്യുന്ന രീതിയാണിത്. ഇറ്റ്സ് എ മോസ്റ്റ് ബേസിക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്ക്. ഇപ്പോൾ സാധാ പേനയോ പേപ്പറിലോ അഥവാ സ്പ്രെഡ്ഷീറ്റിലോ മാനുവലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു പെർപെച്വൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്ക്. നെക്സ്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഈസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫുൾഫിൽമെൻറ്റ് മെത്തേഡ്. ഏതൊരു സ്റ്റോറും അത് സെല്ല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിനെ സ്റ്റോക്കായി കീപ്പ് ചെയ്യില്ല. പകരം ആ ഒരു സ്റ്റോറ് വിൽക്കേണ്ട സാഹചര്യത്തിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യേണ്ട ആ ഒരു സാഹചര്യത്തിൽ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുകയും അത് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആ ഒരു മെർച്ചൻ്റ് ആ ഒരു പ്രൊഡക്റ്റിനെ നേരിട്ട് കാണുകയോ അത് ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇനി ലാസ്റ്റ് പറയുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ലീൻ മാനുഫാക്ചറിങ്. ഏതൊരു ബിസിനസ് പ്രാക്ടീസ് എടുത്താലും അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രോഡ് സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രാക്ടീസാണ് ലീൻ. ഡെയിലി ബിസിനസ്സിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ നൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസിനൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്നിക്സിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ഷോർട്ട് ടേം ഓവർസീസ് ഫിനാൻസിങ് റിസോഴ്സസ്. ഷോർട്ട് ടേം സോഴ്സസിൻ്റെ സൈസും പാറ്റേണും ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഷോർട്ട് ടേം ഫിനാൻസിങ് റിസോഴ്സസ് എങ്ങനെ പ്രൊക്യൂർ ചെയ്യണമെന്നത്. ദി എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസിങ് റിസോഴ്സസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ടേം സോഴ്സസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി പറയുന്ന ഒന്നാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ മിക്സ്. Short term capital mix is not easy. This is because short term capital is financed out of both short term funds and long term funds. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ഫിനാൻസ് ബോത്ത് ഷോർട്ട് ടേം ഫണ്ട്സിൽ നിന്നും ലോങ് ടേം ഫണ്ട്സിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ വാട്ട് ഷുഡ് ബി ദ മിക്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഫിനാൻസിങ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായ ആ ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഷോർട്ട് ടേം ഫണ്ട്സും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള ഒരു മിക്സ്ചറിന് ക്രൂഷ്യൽ റോളാണ് ഉള്ളത്. ലോങ് ടേം ഫണ്ട്സിനേക്കാളും ലെസ് കോസ്റ്റ്ലിയാണ് ഷോർട്ട് ടേം ഫണ്ട്സ്. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാനായി സജസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ദ യൂസ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് വിൽ ഹാവ് എ ഫേവറബിൾ ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. അത് പ്രോഫിറ്റബിലിറ്റിയിൽ ഒരു ഫേവറബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം ഫണ്ടും ഷോർട്ട് ടേം ഫണ്ടും തമ്മിലുള്ള മിക്സ് ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. There are 3 basic approaches to determine working capital mix. That is, these approaches deal with the financing of working capital. ഫസ്റ്റ് അപ്രോച്ചാണ് ഹെഡ്ജിങ് അപ്രോച്ച്. ഈ ഒരു ഹെഡ്ജിങ് അപ്രോച്ച് പ്രകാരം പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായ ഫിനാൻസ് ലോങ് ടേം ഫണ്ട്സും ടെമ്പററി അഥവാ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായ ഫിനാൻസ് ഷോർട്ട് ടേം ഫണ്ട്സുമാണ് നൽകേണ്ടത്. ഇനി പറയുന്നതാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. കൺസർവേറ്റീവ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളൊരു ഹൈ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ലോങ് ടേം ഡെപ്റ്റ്, ഷെയർ ക്യാപിറ്റൽ ഇവയ്ക്കൊക്കെ വേണ്ട ഫിനാൻസ് ലോങ് ടേം ഫണ്ട്സിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു ബിസിനസ്സിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള സാഹചര്യത്തിൽ അതിൽ നടക്കുന്ന ഓപ്പറേഷൻസൊക്കെ സ്മൂത്തായിട്ടായിരിക്കും നടക്കുക. അവിടെ ഒരു പ്രൊഡക്ഷനിൽ തടസ്സമൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രസീവ് അപ്രോച്ച്.
കറണ്ട് അസറ്റിന് ആവശ്യമായ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു അപ്രോച്ച് ഫിനാൻസ് മിക്സിനെ കൂടുതൽ റിസ്കി ആക്കാനും കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും ഈ ഒരു അപ്രോച്ചിന് സാധിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു ഫാക്ടറാണ് ലിക്വിഡിറ്റി. ഷോർട്ട് ടൈം ഫിനാൻസിങ് റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലിക്വിഡിറ്റി. ഒരു ബിസിനസ്സിൽ ലിക്വിഡിറ്റി പൊസിഷൻ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇനി കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട്. ഷോർട്ട് ടേം സോഴ്സസ് ലോങ് ടേം സോഴ്സസുമായി കമ്പയർ ചെയ്യുമ്പോൾ ലെസ് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഈ ഒരു ഷോർട്ട് ടേം സോഴ്സസ് മേജർ പാർട്ടായി വരാണെങ്കിൽ അത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ലിക്വിഡിറ്റിയെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഫണ്ടിൻ്റെ കോസ്റ്റ് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കാവൂ. നെക്സ്റ്റ് പറയുന്ന ഒരു ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. ഷോർട്ട് ടേം സോഴ്സസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഈസിലി അവൈലബിൾ ആണ്. അതുമാത്രമല്ല അതിൻ്റെ പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായ ഒരു ഫിനാൻസ് ഈ ഈസിലി അവൈലബിൾ ആയ സോഴ്സിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് അതർ ഫാക്ടേഴ്സിൽ പറയുന്നത് കറൻസി എക്സ്പോഷറിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ, ഫണ്ട് ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഈസിനെസ്, ഒരു കറൻസിയിൽ നിന്നും വേറൊരു കറൻസിയിലേക്ക് മാറ്റുക, ഈ പറയുന്നതൊക്കെ അതർ ഫാക്ടേഴ്സിൽ കൺസിഡർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ടേം ഓവർസീസ് ഫിനാൻസിങ് റിസോഴ്സിനെ പറ്റിയാണ്. മൾട്ടിനാഷണൽ കമ്പനീസും അവയുടെ സബ്സിഡിയറീസിനും ലിക്വിഡിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായി ഷോർട്ട് ടേം ഫണ്ട്സ് ഒബ്റ്റെയിൻ ചെയ്യണം. അതിനായി അവർ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ടേം ഫിനാൻസിങ് സോഴ്സസിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രേഡ് ക്രെഡിറ്റ്. ഇത് ഒരുവിധം ബിസിനസ്സുകളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഒരു ഡേറ്റിൽ തന്നെ ഗുഡ്സും സർവീസസും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ സപ്ലയർക്ക് ഗുഡ്സും സർവീസും പ്രൊവൈഡ് ചെയ്ത സപ്ലയർക്ക് കൊടുക്കേണ്ട മണിയാണ് ഈ ഒരു ട്രേഡ് ക്രെഡിറ്റ്. പേയ്മെൻറ്റ് ഓവർ ഡ്യൂ ആയതിന് ശേഷം സപ്ലയർ അതുമേ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതുവരെ ഇതൊരു ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഫിനാൻസ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, പർച്ചേസിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ഷോർട്ട് ടേം ലോൺ, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ ഈ ഒരു ബാങ്ക് ഫിനാൻസിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ടൈം ഫിനാൻസിങ് സോഴ്സസ് ആണ് അക്രൂഡ് എക്സ്പെൻസസ്. ദീസ് ആർ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇത് എക്സ്പെൻസസ് ആണ്, പക്ഷെ ഇതുവരെ പേ ചെയ്തിട്ടില്ല. മുമ്പ് കിട്ടിയിട്ടുള്ള ഒരു സർവീസസിന് ഒരു ഫേം പേ ചെയ്യേണ്ട ലയബിലിറ്റിയാണ് ഈ ഒരു അക്രൂഡ് എക്സ്പെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫാക്ടറിങ്. ഒരു ഫേം അതിൻ്റെ റിസീവബിളായ അക്കൗണ്ട്സ് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് സെല്ല് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയാണ് ഈ ഒരു ഫാക്ടറിങ് കൊണ്ട് പറയുന്നത്. റീപർച്ചേസ് എഗ്രിമെൻറ്റ്. Repurchase agreement are to a great degree short-term loans. They typically have a maturity of under 2 weeks. ഇപ്പോൾ റീപർച്ചേസ് എഗ്രിമെൻറ്റ് ഒരു ഗ്രേറ്റ് ഡിഗ്രി ഷോർട്ട് ടേം ലോണാണ്. അതുപോലെ തന്നെ ഇതിന് 2 വീക്കിൽ താഴെ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. നെക്സ്റ്റ് യൂറോ നോട്ട്സ്. കൊമേഴ്സ്യൽ പേപ്പറിനോട് സിമിലറായ ഒരു ഷോർട്ട് ടേം നോട്ടാണ് ഈ യൂറോ നോട്ട്. ഷോർട്ട് ടേം ഫണ്ട്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ട് പോലെയാണിത്. These are short-term notes underwritten by a group of international investment banks or commercial banks called a facility. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സോ അഥവാ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ഫെസിലിറ്റിയോ അണ്ടർ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം നോട്ട്സ് ആണിത്. യൂറോ നോട്ട്സ് ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് വിൽക്കുകയും അത് മെച്യൂരിറ്റി ടൈമിൽ ഫുൾ ഫേസ് വാല്യൂവിൽ പേ ബാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഹാവ് മെച്യൂരിറ്റീസ് ഓഫ് 3 to 6 months. 1980കളിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെക്യൂരിറ്റൈസേഷൻ ഗ്രോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു യൂറോ നോട്ട്സ് എമർജ് ചെയ്തിരിക്കുന്നത്. ഏത് കൺട്രിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത് ആ കൺട്രിയുടെ കറൻസി ഒഴികെ ബാക്കി എല്ലാ കറൻസിയിലും ഇത് ഡിനോമിനേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നത് യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആണ്. ഇതൊരു ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. 1980s മധ്യത്തിലാണ് ഈ ഒരു യൂറോ കൊമേഴ്സ്യൽ പേപ്പർ എമർജ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഇൻവോൾവ് ചെയ്യാത്ത കൊമേഴ്സ്യൽ പേപ്പേഴ്സിൻ്റെ ഡീലേഴ്സാണ് ഈ യൂറോ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ദീസ് ആർ പ്രോമിസറി നോട്ട് ലൈക്ക് ഷോർട്ട് ടൈം യൂറോ നോട്ട്സ്. ഇത് ഷോർട്ട് ടൈം യൂറോ നോട്ട് പോലത്തെ ഒരു പ്രോമിസറി നോട്ടാണ്. ബാങ്കോ കോർപ്പറേഷനോ ഇഷ്യൂ ചെയ്യുന്ന അൺസെക്യൂർഡ് ആയിട്ടുള്ളൊരു ഷോർട്ട് ടൈം പ്രോമിസറി നോട്ടാണ് യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. ഇത് ഡീലർ വഴി
ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ലിക്കിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. യൂറോ നോട്ട്സ് പോലെ തന്നെ ഈ യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സും ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇത് വിൽക്കുന്നത്. ECB റേറ്റ് എന്ന് പറയുന്നത് ലിബോ റേറ്റിനേക്കാൾ 1/2 മുതൽ 1% കൂടുതലാണ്. ഭൂരിഭാഗം യൂറോ കൊമേഴ്സ്യൽ പേപ്പേഴ്സും ഡിനോമിനേറ്റ് ചെയ്യുന്നത് US ഡോളേഴ്സിലാണ്. പക്ഷേ US കൊമേഴ്സ്യൽ പേപ്പറിൽ നിന്നും ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി പറയുന്ന ലാസ്റ്റ് വണ്ണാണ് മീഡിയം ടേം യൂറോ നോട്ട്സ്. ദീസ് ആർ എൻ എക്സ്റ്റൻഷൻ ഓഫ് ഷോർട്ട് ടേം യൂറോ നോട്ട്സ്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് മീഡിയം ടേമിലേക്കാണ്. ദീസ് ആർ എ കോംപ്രമൈസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം യൂറോ നോട്ട്സ് ആൻഡ് ലോങ് ടേം യൂറോ നോട്ട്സ്. 5 to 7 ഇയേഴ്സ് വരെ ഈ ഷോർട്ട് ടേം യൂറോ നോട്ട്സ് റിപ്പീറ്റഡ്ലി റോൾ ചെയ്യാൻ അലോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല എവറി 3 or 6 months ഈ ഷോർട്ട് ടേം യൂറോ നോട്ട്സ് റിഡീം ചെയ്യുകയും ഫ്രഷ് ഇഷ്യൂ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾട്ടർനേറ്റീവ്ലി ഈ റിഡംഷനും ഫ്രഷ് ഇഷ്യൂ ഒന്നും ആവശ്യമില്ലാത്ത ഫോറിൻ കറൻസിയിൽ മീഡിയം ടേം ഫണ്ട്സ് ലഭിക്കാനായിട്ട് മീഡിയം ടേം യൂറോ നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ബാങ്കിങ്, ഗ്ലോബലൈസേഷനും എക്കണോമിയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വളർച്ചയും ഒക്കെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബാങ്കിങ് ഫെസിലിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് കാരണം. ദ വേൾഡ് ഈസ് നൗ എ മാർക്കറ്റ് പ്ലേസ്. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്സും ഇത് എക്സ്പ്ലോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആർ നോ മോർ കൺസേൺ. ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ബാങ്കിങ് ഫെസിലിറ്റീസൊക്കെ പെട്ടെന്നാണ് വളരുന്നത്. അതിനൊരു പ്രൈം എക്സാമ്പിളാണ് ഇൻ്റർനാഷണൽ ബാങ്കിങ്. ഈ വരും വർഷങ്ങളിലൊക്കെ ഇതുപോലത്തെ ബാങ്ക്സ് ഹയർ ഗ്രോത്തും ഹയർ പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബിസിനസ് ഹൗസസൊക്കെ പെട്ടെന്നാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് ഒക്കെ അത്യാവശ്യമാണ്. ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് വെച്ചാൽ സാധാ ഒരു ബാങ്കിങ് സർവീസ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നാഷണലിലാണിത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ബാങ്ക്, ഒരു കൺട്രിയിലെ റെസിഡൻഷ്യൽ ബാങ്ക് മറ്റൊരു കൺട്രിയിലെ റെസിഡൻറ്റിന് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഇത് മോസ്റ്റ്ലി മൾട്ടിനാഷണൽ കമ്പനീസ്, ഇൻഡിവിജ്വൽസ് ഒക്കെയാണ് ഇത് ഉപയോഗിക്കുക. ബിസിനസ് ട്രാൻസാക്ഷൻസിനോ ഫണ്ട് ട്രാൻസ്ഫറിനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാങ്കിങ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് എക്രോസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ബാങ്കിങ് ആണ്. സപ്പോസ് ഒരു മൈക്രോസോഫ്റ്റ് കമ്പനി, അതൊരു അമേരിക്കൻ കമ്പനിയാണ്, അത് ഫങ്ഷൻ ചെയ്യുന്നത് ലണ്ടനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനായിട്ട് അവർക്ക് കുറച്ച് ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മൈക്രോസോഫ്റ്റ് കമ്പനി ലണ്ടനിലെ ബാങ്കിനാണ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ലോണായിട്ടോ ഓവർ ഡ്രാഫ്റ്റായിട്ടോ ഫിനാൻഷ്യൽ സർവീസ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും അവർക്ക് ലണ്ടൻ ബാങ്ക് വഴിയാണ് നടത്താം. അപ്പോൾ ലണ്ടനിൽ ആ ഒരു റെസിഡൻഷ്യൽ ബാങ്ക് വേറൊരു അമേരിക്കൻ കമ്പനിയായ മൈക്രോസോഫ്റ്റിന് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ ഇൻ്റർനാഷണൽ ബാങ്കിങ് ഫെസിലിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ടു അറേഞ്ച് ട്രേഡ് ഫിനാൻസ്. ഫോറിൻ കൺട്രിയുമായി ഡീൽ ചെയ്യുന്ന ട്രേഡേഴ്സിന് വേണ്ട ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഇതിനൊക്കെ വേണ്ടി വരുന്ന ആ ഫിനാൻസ് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ഫങ്ഷൻ ടു അറേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച്. ഇമ്പോർട്ട് എക്സ്പോർട്ട് പർപ്പസിനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ടു ഹെഡ്ജ് ദ ഫണ്ട്സ്. സെക്യൂരിറ്റീസ് ലോവർ പ്രൈസ് ലെവലിലുള്ളപ്പോൾ വാങ്ങുകയും പ്രൈസ് ലെവൽ കൂടുമ്പോൾ അത് വിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈ ഒരു ഇൻ്റർനാഷണൽ ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ് അടുത്ത ഫംഗ്ഷൻ. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അണ്ടർ റൈറ്റിംഗ്. ഇൻ്റർനാഷണൽ ബാങ്ക്സ് അണ്ടർ റൈറ്റ് യൂറോ ബോൺഡ്സ് ആൻഡ് ഫോറിൻ ബോൺഡ്സ്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഇതിൻ്റെ ഒരു വേറെ ഫംഗ്ഷനാണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഓർഗനൈസ് ചെയ്യുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് അതിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷൻ. ഇൻ്റർനാഷണൽ ബാങ്ക് ഇൻ്റർനാഷണൽ ക്യാഷ് ഫ്ലോസിനെയും ഫണ്ട് ട്രാൻസ്ഫറിനെയും മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിന് കൺസൾട്ടൻസി ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. താങ്ക് യു.